ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫാർമസിസ്റ്റ് വെറും മരുന്ന് തരുന്ന ഒരാൾ മാത്രമല്ലെങ്കിലോ? നമ്മുടെയൊക്കെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ചില വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു താക്കോൽ അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാർമസിസ്റ്റുകളുടെ ആരുമറിയാത്ത ആ കഴിവുകളെക്കുറിച്ചാണ്. അത് നമ്മുടെയെല്ലാം ആരോഗ്യത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഈ കണക്ക് കണ്ടോ? ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണിതല്ലേ? നമ്മൾ നമ്മുടെ ഡോക്ടറെ കാണുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടി തവണയാണ് ഫാർമസിസ്റ്റിനെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ ഇത്രയധികം സ്വാധീനമുള്ള ഈയൊരു വ്യക്തിയെ നമ്മൾ ശരിക്കും ശരിയായി ഉപയോഗിക്കുന്നുണ്ടോ? ഈ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് പോകാൻ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഫാർമസിസ്റ്റുകളുടെ പ്രാധാന്യം മുതൽ തുടങ്ങി നമ്മുടെ ആരോഗ്യരംഗത്തെ ചില അപകടകരമായ വിടവുകൾ കണ്ടെത്തി അതിനൊരു പരിഹാരം വരെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെയെല്ലാം പരിചിതനായ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ഡോക്ടറെ കാണാൻ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ കയറി ചെല്ലാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു ഫാർമസിസ്റ്റിന്റെ അടുത്തോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരുമായി സംസാരിക്കാം. ഈ ഒരു സൗകര്യം അല്ലെങ്കിൽ ആക്സസിബിലിറ്റി അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. ഇത് വെറുമൊരു കച്ചവടത്തിന്റെ കാര്യമല്ല, മറിച്ചൊരു വിശ്വാസത്തിന്റെ ബന്ധമാണ്. ഈ ഫാർമസിസ്റ്റ് പറയുന്നത് കേട്ടില്ലേ? താനും ആ രോഗിയും തമ്മിലുണ്ടായിരുന്ന ഒരു വിശ്വാസം. ഒന്നുകൊണ്ട് മാത്രമാണ് ആപത്ഘട്ടത്തിൽ സഹായം ചോദിച്ച് ആ ഫോൺ കോൾ വന്നത്. ചില സമയങ്ങളിൽ അത്തരം വിശ്വാസങ്ങൾ ഒരു ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. ശരി, ഇനി നമുക്ക് നമ്മുടെ ആരോഗ്യ സംരക്ഷണ രംഗത്തെ ഒരു പ്രധാന പ്രശ്നത്തിലേക്ക് വരാം. പല ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന ഈ സിസ്റ്റം എങ്ങനെയാണ് രോഗികൾക്ക്, പ്രത്യേകിച്ച് പ്രായമായവർക്ക്, അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? സത്യത്തിൽ പ്രായമായ ഒരുപാട് പേരുടെ ആരോഗ്യ പരിപാലനം ഏകദേശം ഇതുപോലെയാണ്. പല ഡോക്ടർമാർ, ഒരുപാട് മരുന്നുകൾ, പലതരം നിർദ്ദേശങ്ങൾ. പക്ഷേ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ഇതൊന്നും തമ്മിൽ ഒരു ഏകോപനവും ഉണ്ടാവില്ല. ഇത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് മാത്രമല്ല, ചിലപ്പോൾ വലിയ അപകടങ്ങൾക്കും കാരണമായേക്കാം. ഈ പ്രശ്നത്തിന്റെ കാതൽ എന്താണെന്നറിയോ? NIH പഠനങ്ങൾ പ്രകാരം ഏറ്റവും സാധാരണമായി സംഭവിക്കുന്ന പിഴവുകൾ മരുന്ന് കുറിക്കുന്നതിൽ, അതായത് പ്രിസ്ക്രിപ്ഷനുകളിലാണ്. ചിന്തിച്ചാൽ അല്പം ഭയം തോന്നുന്നൊരു കാര്യമാണിത്. ഉദ്ദേശിച്ച മരുന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ ഡോസിന്റെ അളവിൽ വ്യത്യാസം വരിക, അതുമല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട രീതി തന്നെ തെറ്റായി നൽകുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഒരു രോഗിയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാൻ ശേഷിയുള്ള പിഴവുകളാണ് ഇവയോരോന്നും. ഈ സംഭവം ഒന്ന് കേട്ടുനോക്കൂ. 52 വയസ്സുള്ളൊരാൾക്ക് ഡിമെൻഷ്യ ആണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു. എന്നാൽ സത്യത്തിൽ പ്രശ്നം അതായിരുന്നില്ല. മറിച്ച് അവർ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളുടെ ഒരു പാർശ്വഫലം മാത്രമായിരുന്നു ആ ലക്ഷണങ്ങൾ. ഒരു ചെറിയ പിഴവ് എത്ര വലിയൊരു തെറ്റിദ്ധാരണയിലേക്കാണ് നയിച്ചതെന്ന് നോക്കൂ. അപ്പോൾ ഈ അപകടകരമായ വിടവുകൾ നികത്താൻ എന്താണൊരു പരിഹാരം? അവിടെയാണ് ഒരു പുതിയതരം ടീം വർക്കിന്റെ പ്രസക്തി വരുന്നത്. ഫാർമസിസ്റ്റുകളെ രോഗിയുടെ ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു ഒഫീഷ്യൽ ഭാഗമാക്കുന്ന ഒരു പുതിയ രീതിയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇതിനെയാണ് സഹകരണ പരിശീലന കരാർ അഥവാ CPI എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഡോക്ടർമാരും ഫാർമസിസ്റ്റുകളും തമ്മിലുള്ള ഒരു ഔദ്യോഗിക കൂട്ടുകെട്ടാണിത്. ഇത് ഫാർമസിസ്റ്റുകൾക്ക് രോഗികളെ കൂടുതൽ കാര്യക്ഷമമായി പരിപാലിക്കാനുള്ള ചില അധികാരങ്ങൾ നൽകുന്നു. ഇത് വെറും ഒരു തിയറിയല്ല കേട്ടോ. 2012 തന്നെ അമേരിക്കയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഫാർമസിസ്റ്റുകൾക്ക് ഇത്തരത്തിൽ ഡോക്ടർമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നിയമങ്ങളുണ്ടായിരുന്നു. അതിനർത്ഥം ഇത് പ്രായോഗികവും വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുന്നതുമായ ഒരു മോഡലാണെന്ന് തന്നെയാണ്. പക്ഷേ ഈ ടീം വർക്ക് വിജയിക്കണമെങ്കിൽ 3 പ്രധാന കഷണങ്ങൾ ഒരു പസിൽ പോലെ കൃത്യമായി ചേരണം. 1. ശരിയായ ഒരു പ്രവർത്തന രീതി. 2. സാമ്പത്തികമായി നിലനിൽക്കുന്ന ഒരു ബിസിനസ് മോഡൽ. പിന്നെ 3ാമത്തേത് രോഗികൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ്. ഇവയിലൊന്ന് ഇല്ലെങ്കിൽ ചിത്രം പൂർത്തിയാവില്ല. ശരി, ഈ പുതിയ മോഡലിന്റെ സാധ്യതകളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ യഥാർത്ഥ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ? ഇത് രോഗികളുടെ ജീവിതത്തിലും ആരോഗ്യ സംരക്ഷണ ചെലവുകളിലും എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് നമുക്ക് വ്യക്തമായ കണക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇതിന്റെ സാമ്പത്തിക ഫലം അവിശ്വസനീയമായിരുന്നു. ഫാർമസിസ്റ്റുകൾ കൂടി ഈ ടീം വർക്കിന്റെ ഭാഗമായപ്പോൾ ഓരോ രോഗിക്കും പ്രതിവർഷം $1000 വരെയാണ് ചികിത്സാ ചെലവിൽ കുറവ് വന്നത്. ഈ നമ്പറുകൾ കള്ളം പറയില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പണം ലാഭിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ആളുകളുടെ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെട്ടു. അസുഖങ്ങൾ കുറഞ്ഞു, പ്രമേഹ രോഗികളുടെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ പറ്റി, ആവശ്യമായ പരിശോധനകൾ കൃത്യസമയത്ത് നടന്നു. ഇതിൽ കൂടുതൽ എന്തു വേണം? അരിസോണയിലെ എൽ റിയോ ഹെൽത്ത് സെന്ററിലും കണ്ടത് ഇതേ വിജയഗാഥ തന്നെയാണ്.
അവിടെ ഫാർമസിസ്റ്റുകൾ ടീമിന്റെ ഭാഗമായപ്പോൾ രോഗികൾക്ക് മികച്ച പരിചരണം കിട്ടി, എമർജൻസി റൂമിലേക്കുള്ള വരവ് കുറഞ്ഞു, ചികിത്സാ ചെലവും ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഭാവിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഈ വലിയ ആശയങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തം ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങളുടെ അടുത്തുള്ള ഫാർമസിയെ ഇനി എങ്ങനെ പുതിയൊരു കണ്ണിലൂടെ കാണാമെന്നും നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ പുതിയ പ്ലേബുക്ക്. ഒന്നാലോചിച്ചു നോക്കൂ. സ്റ്റെപ്പ് 1, ഫാർമസിസ്റ്റുകളെ കെയർ ടീമിന്റെ ഭാഗമാക്കുന്നു. സ്റ്റെപ്പ് 2, അതോടെ കെയറിലുള്ള പ്രശ്നങ്ങളും മരുന്നിലെ പിഴവുകളും കുറയുന്നു. സ്റ്റെപ്പ് 3, രോഗികളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. സ്റ്റെപ്പ് 4, ഏറ്റവും പ്രധാനമായി മൊത്തത്തിലുള്ള ചികിത്സാ ചെലവും കുറയുന്നു. എങ്ങനെയുണ്ട്? വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിന്റെ ഫലം വളരെ വലുതാണ്. ഈ ആശയം എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കാൻ ഈ ലളിതമായ ഒരു താരതമ്യം മതി. കുട്ടികൾക്ക് ഒരു ശിശുരോഗ വിദഗ്ധന്റെ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് കൃത്യമായി ഏകോപിപ്പിച്ച ഒരു ടീമിന്റെ പരിചരണം അത്യാവശ്യമാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഫാർമസിയിൽ പോകുമ്പോൾ ഈയൊരു ചോദ്യം മനസ്സിൽ വയ്ക്കുക. ആ കൗണ്ടറിന് പിന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ മരുന്നുകൾ നൽകുന്നതിനുമപ്പുറം നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണം തന്നെ മെച്ചപ്പെടുത്താൻ സാധിച്ചാലോ? അതൊന്ന് ആലോചിച്ചു നോക്കൂ.